നമസ്കാരം, അഖിലാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. അമ്മയ്ക്ക് കാമഭ്രാന്ത്, അമ്മയുടെ രഹസ്യ കാമുകന്റെ വിവരങ്ങൾ പുറത്ത്, അമ്മയ്ക്ക് കാമുകരമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മകളെ പുഴയിൽ എറിഞ്ഞു കൊന്നു. എന്തൊക്കെ തരത്തെ വൃത്തികെട്ട വാർത്തകളാണ് കുറച്ച് മണിക്കൂറുകളായിട്ട് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ എഴുതി വിടുന്നത്. എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ച് അതിനെ എല്ലാം ഒരു കമ്പിക്കഥയാക്കി മാറ്റി ജനങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക്, മലയാളികൾക്ക് അത് മാത്രം മതി, ജനങ്ങൾ അത് മാത്രം കണ്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഏതൊരു വിഷയത്തെയും വളച്ചൊടിക്കുന്ന ചില വൃത്തികെട്ട ചാനലുകളുണ്ട് നമ്മുടെ നാട്ടിൽ. യൂട്യൂബേഴ്സിന് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾ വ്യക്തിഹത്യ ചെയ്യുക. കാരണം എന്തിനും ഒരേ തിരക്കഥ തന്നെ മെനഞ്ഞെടുക്കരുത്. ഏതൊരു കാര്യത്തിനും തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ലൈംഗിക ബന്ധങ്ങൾ, അതുമല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും അഭിഹിതം എന്തും ചേർത്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഏതൊരു കൊലപാതകത്തിനും അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾ കുത്തി നിറയ്ക്കുന്നത്. ഇത്തരം വാർത്തകൾ കാണാൻ വേണ്ടി മാത്രം കൂടുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അത് തൊട്ടടുത്ത ഒരു ഇറങ്ങിയ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ, നമ്മുടെ മലയാളികൾക്ക് കുറച്ച് കമ്പിക്കഥകൾ മാത്രം മതി, ഏത് കഥയും അവർ വിശ്വസിച്ചു കൊള്ളുമെന്നുള്ളത്. സ്വദേശിയായിട്ടുള്ള സുഭാഷ് സന്ധ്യ ദമ്പതികളുടെ മരണവിവരം നമ്മൾ ലോകം മൊത്തം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത. കഴിഞ്ഞ ദിവസം മുതലേ പോലീസ് ഇതിന്റെ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വിടാതിരുന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ സന്ധ്യയുടെ മൊഴിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ധാരണ മീഡിയക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ നൽകാതിരുന്നപ്പോൾ തന്നെ, നമ്മൾ ഇന്നലെ വിട്ടിയ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എന്തൊക്കെയോ മറ്റ് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊന്നും പുറത്തു വിടാതെ പോലീസ് നിൽക്കുന്നത്. അന്നേരം അതിന്റെ ഇടയ്ക്ക് വെച്ച് ജനങ്ങൾ പറഞ്ഞു സന്ധ്യയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അതുമല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ കാമുകരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് ഓരോരോ കഥകൾ മെനയുമ്പോഴും പോലീസ് ഇതൊന്നും മിണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെയല്ല, കേരളക്കരയെ ഞെട്ടിക്കുന്ന, മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുത്തിരിക്കുന്നത്. 3 വയസ്സുകാരി ലൈംഗികമായി പീഡിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അതിനെ തുടർന്ന് മാത്രമാണ് ഈ ഒരു കൊല ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 വയസ്സുകാരിയായ കല്യാണി എന്ന കൊച്ചുകുട്ടി, ഒന്നും അറിയാത്ത ഒരു കൊച്ചുകുട്ടിയെ ലൈംഗികമായി സ്വന്തം ബന്ധുവായ ഒരു വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നു. അതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ബന്ധുവായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആർക്കും ഈ ഒരു കേസിനകത്ത് നമുക്ക് എല്ലാവർക്കും ഉദ്ദേശിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്കെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് സന്ധ്യ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം കുഞ്ഞിനെ 3 വയസ്സ് പോലും ആവാത്ത ഒരു 3 അല്ലെങ്കിൽ 4 വയസ്സ് പോലും ആവാത്ത ഒരു സ്വന്തം കുഞ്ഞിനെ ഇത്തരം രീതിയിൽ ഭർത്ത വീട്ടിൽ വെച്ച് ഒരാൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ നോക്കി അവരെ പല രീതിയിൽ ചിലപ്പോൾ ഭർത്ത വീട്ടുകാരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അവരെ ഒരു മാനസിക രോഗി പോലും ആക്കി മാറ്റിയിട്ടുണ്ടാവുന്നത്. ഇത്തരം ചെറുത്തുനിൽപ്പിനെ വീണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്റെ കുഞ്ഞിന് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് വീണ്ടും ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയാവും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി അവളത് വളർന്നു വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും വരും ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു അമ്മയുടെ ഭീതി കൊണ്ട് മാത്രമായിരിക്കും ആ അമ്മ സ്വന്തം കുഞ്ഞിനെ കൊണ്ട് പുഴയിലേക്ക് വലിച്ചെറിയേണ്ടി വന്നത്. അതിനെ ജനങ്ങൾ പല രീതിയിൽ ചിത്രീകരിച്ചു. നമ്മളടക്കം വേണ്ടാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി. ഓക്കെ, ചെയ്തത് തെറ്റ് തന്നെ. അമ്മയെ സംബന്ധിച്ച്, അവളെ സംബന്ധിച്ച് അവൾ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. ലോകത്തോട് വിളിച്ചു പറയുന്നു, നമ്മുടെ നിയമത്തെ, നമ്മുടെ മറ്റുള്ളവരെ എല്ലാം അറിയിച്ച് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത്, നമ്മളെല്ലാം ചിന്തിക്കുന്നതിനപ്പുറത്ത് അവളുടെ മനസാക്ഷി എന്ന് വെച്ചാൽ ഒരു അമ്മയെ സംബന്ധിച്ച് അവളുടെ മനസ്സിനെ തന്നെ തകർക്കുന്ന ഒരു വലിയ വാർത്തയാണ്. സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വരും, അതും വെറും ഒരു പിഞ്ചു കുഞ്ഞ്, 4 വയസ്സുകാരിക്ക് പോലും നമ്മുടെ നാട്ടിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു സംരക്ഷണം സ്വന്തം കുടുംബത്തിൽ നിന്നും പോലും കിട്ടുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഒരു അമ്മ ചെയ്ത ഒരു എടുത്തുചാട്ടം മാത്രമായിട്ടേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ അറിഞ്ഞ വാർത്തകളെല്ലാം സത്യമാണെന്നുണ്ടെങ്കിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പുറത്ത് പോലീസ് കൃത്യമായ കാര്യത്തോട് കൂടിയിട്ട് ഈ പ്രതിയെ പിടികൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം പരമനാറികളെയൊക്കെ ഉണ്ടല്ലോ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അവന്റെ തലയർത്ത് മാറ്റുന്ന നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. 4 വയസ്സുകാരി എടുത്ത് വരെ ഇത്തരം വൃത്തികെട്ട ചേഷ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഇവന്മാരെയൊന്നും നമ്മുടെ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നിയമത്തെ പേടി ഉണ്ടാവണം. നിയമത്തെ പേടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം ചേഷ്ടകൾ നമ്മുടെ നാട്ടിൽ അവസാനിക്കത്തുള്ളൂ. സ്വന്തം കുഞ്ഞിന് എന്ന് കരുതാവുന്നില്ല, ഒരു കൊച്ചു കുഞ്ഞിനോട് പോലും ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നവനൊന്നും നമ്മുടെ ഭൂമിയിൽ ജീവനുമായി ജീവിക്കാൻ പാടില്ല. കൊന്നു കളയണം. അത്തരം വൃത്തികെട്ടവന്മാരാണ് അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജീവിക്കാനായിട്ട് അനുവദിക്കരുത്. നിയമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എങ്ങനെയും വാങ്ങിച്ചു നൽകുക, ആ വാങ്ങി നൽകിയ ശേഷം പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആ ശിക്ഷ നടപ്പിലാക്കുക. എന്നാ മറ്റേ നാളെ ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ പോലുള്ള തുടർ കഥകൾ നമ്മൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കും. ഓരോ ആൾക്കാർ അതിനെ ബലിയേടായിക്കൊണ്ടിരിക്കും. അത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിയമത്തെയും നീതിവ്യവസ്ഥയും ജനങ്ങൾക്ക് പേടിയില്ലാതായിരിക്കുന്നു. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രം സംഭവിക്കുന്നുള്ളൂ? കാര്യം ഉറപ്പിക്കാം, ഈ 3 വയസ്സുകാരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൾ എത്രമാത്രം പീഡനം
പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കുമ്പോഴും അതിൽ കൂടുതൽ വേറെ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്താകുന്നത് വരെ ആവശ്യമില്ലാത്ത മീഡിയ ചാനൽ, സോഷ്യൽ മീഡിയ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് പറയുന്ന ആവശ്യമില്ലാത്ത കഥകൾ പടച്ചുവിട്ടത്. സത്യങ്ങൾ പറയൂ, ജനങ്ങളിലേക്ക് സത്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കൂ. നമ്മളെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലേക്ക് സത്യങ്ങൾ മാത്രം പറയാം. അല്ലെങ്കിൽ ഏതൊരു വാർത്തയെക്കുറിച്ചും വേണ്ടാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മാത്രം പുറത്തുവിട്ട് അതിനകത്തുള്ള വരുമാനത്തോട് ജീവിക്കാറ്. നിങ്ങൾ വാർത്തകൾ ഏത് രീതിയിലും കൊണ്ടുവന്നു, പക്ഷേ അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കണം. ആ സത്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ജനങ്ങൾ നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയുന്നത്, ഏതൊരു വാർത്തയും വൃത്തികെട്ട രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കരുത്. എല്ലാത്തിനും ഒരു രണ്ട് വശമുണ്ടെന്ന് ചിന്തിച്ചിട്ട് മാത്രം ജീവിക്കുക. നമ്മുടെ എല്ലാം കുടുംബത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിന് നമുക്ക് ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള വിഷമം അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള രീതിയിൽ കേൾക്കേണ്ടി വരുമ്പോൾ നമുക്കായിരിക്കും ആ ഫീലിങ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്ന, ഏതൊരു കാര്യത്തെയും വൃത്തികെട്ട കമ്പിക്കഥകൾ മാത്രമാക്കിയെടുക്കുന്ന യൂട്യൂബേഴ്സിനോട് ദയവ് ചെയ്ത് പാടില്ല. നിങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഒരു നിമിഷം ചിന്തിച്ചിട്ട് മാത്രം ഇത്തരം വൃത്തികെട്ട വീഡിയോകൾ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. നിർത്തുന്നു. അഖിൽ വിശ്വം സൈനിങ് ഔട്ട്. ബൈ.